എൻ്റെ പേര് ഫാത്തിമ. ഞാൻ കുറേ നാളുകൊണ്ട് ഷോർട്ട് വീഡിയോയിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. അത് ഞാനൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ദേഹത്തും ഒരുപാട് ഇപ്പം എന്ന് വെച്ചാൽ നല്ല ടാനൊക്കെ അടിച്ചു. ഇവിടെ ഉണ്ട്, ടാൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നല്ലപോലെ ടാനൊക്കെ അടിച്ചു. അപ്പം ഇതൊന്നും അല്ലായിരുന്നു, ഇവിടെയൊക്കെ നല്ല നല്ല കറുത്തിട്ടൊക്കെ ഇരുന്നു. എൻ്റെ കൈ കണ്ടില്ലേ, കയ്യിലും നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് സൺസ്ക്രീം ഒന്നും അധികം യൂസ് ചെയ്യാറില്ലായിരുന്നു. അപ്പം ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കയ്യിലൊക്കെ നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കറുത്ത് ഇരുണ്ടാണ് എൻ്റെ കൈ ഇരുന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഫേസും. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്ക് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു പാക്കാണ്. പിന്നെ കുറച്ച് ജാസിരിയെന്നും കൂടി കടം പേടിച്ച് കുറച്ച് പാക്കുണ്ട്, അതും കൂടിയൊക്കെ ഞാൻ ഇടുകയാണ്. അപ്പം അതിനെ കുറച്ച് ദിവസം കൂടി ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും കൂടി അത് നിങ്ങളിലൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ആ ഒരു പാക്ക് വേറെ ഒന്നുമല്ല, കുറച്ച് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് ഇവിടെയൊക്കെ നല്ലപോലെ മുഖക്കുരു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുഖക്കുരുവിൻ്റെ പാട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഇവിടെയൊക്കെ നല്ല പാടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയൊക്കെ നല്ലപോലെ കറുത്ത് ഒക്കെ നല്ലപോലെ ടാനൊക്കെ അടിച്ച് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എല്ലാം ഉണ്ട്. എന്തൊക്കെയാണോ ഫേസിലൊക്കെ വരാനുള്ള അതെല്ലാ സാധനങ്ങളും എൻ്റെ ഫേസിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു പാക്ക് ഉണ്ടാക്കി അത് നിങ്ങളിൽ നിന്ന് കാണിച്ചു തരാം. കാരണം ഞാൻ ഫസ്റ്റ് ഞാൻ ഈ പാക്ക് കണ്ടുപിടിച്ച് ജാസ് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഐറ്റംസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചും കൂടി ഐറ്റംസ് ആഡ് ചെയ്തുകൊണ്ടാണ് ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല, ഞാൻ എൻ്റെ സിസ്റ്ററിനും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അവൾക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എൻ്റെ വരുന്ന വീഡിയോകളിൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. ഫേസ് നല്ലപോലെ വാഷ് ചെയ്തു. ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ്, നിങ്ങൾക്ക് ഏതാണോ ഫേസ് വാഷ് ഉള്ളത് ആ ഫേസ് വാഷ് ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ വാഷ് ചെയ്യുക. എൻ്റെ കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഡ്രൈ സ്കിന്നിന് ആപ്റ്റായിട്ടുള്ള ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചെറിയ രീതിയിലുള്ള പൊട്ടറ്റോയും തക്കാളിയും ഇത് രണ്ടും കൂടി ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ പേസ്റ്റാക്കി ജ്യൂസ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, അരിപ്പൊടി, ചെറിയ മഞ്ഞൾ. ഈ മഞ്ഞൾ എന്ന് പറയുന്നത് അങ്ങാടി കടയിൽ നിന്ന് പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഹണി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പൻ ഫേസ് അതെടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്യണം. കുറച്ച് അരിപ്പൊടി, ഗോതമ്പ് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ, അതിനുശേഷം നമ്മൾ ജ്യൂസാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോയുടെയും തക്കാളിയുടെയും ടൊമാറ്റോയുടെ പൊട്ടറ്റോയുടെയും ആ ജ്യൂസ് എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് നമുക്കൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്നതാണ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങ് നമുക്കിത് യൂസ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഇതിപ്പോൾ ഞാൻ ഫേസിന് വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. ഞാൻ ഫുൾ ബോഡി ഞാൻ യൂസ് ചെയ്യും. ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ജാസിക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കോഫി പൗഡർ ആഡ് ചെയ്യണം. എൻ്റെ കയ്യിൽ കോഫി പൗഡർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അതുകൊണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ജാസി പറയുന്നതെന്ന് വെച്ചാൽ അരിപ്പൊടിയുടെ കേസ് പറയുന്നില്ല, ഗോതമ്പ് പൊടിയും ഇതൊക്കെ ആയിട്ട് ഫേസിൽ പാക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ പിന്നെ ഇതിലൂടെ ഹണിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഹണിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ പറ്റിയ ഒന്നാണ് ഹണി. ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഹണിയും. അപ്പം കുറച്ച് ഹണിയും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. അധികം ലൂസും അല്ല, അധികം ഭയങ്കര കട്ടിയും അല്ലാത്ത രീതിക്ക് നമ്മുടെ ഫേസിൽ ആപ്റ്റായി കിടക്കണം. നമ്മുടെ ഫേസിൽ ഇങ്ങനെ കിടക്കണം, ഒലിച്ചു പോകാനൊന്നും പറ്റാത്തൊരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പം മുഖമൊക്കെ നല്ല വാഷൊക്കെ ചെയ്ത് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കുരുക്കളൊക്കെ വന്നിട്ടുള്ള ഫേസായിരുന്നു. അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്യാം. അപ്പം നോക്കിയാലോ, കുറേച്ചെടുത്ത് ഫേസിലൊക്കെ തേക്കണം. പണ്ട് കുറേ നാൾക്ക് മുമ്പൊന്നും എൻ്റെ ഫേസിൽ അധികം ഇതേപോലെ ആക്നെയോ സൺ ടാൻ അടിച്ചിട്ടൊന്നുമില്ല. ഞാൻ നല്ലപോലെ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് സൺസ്ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങത്തുള്ളൂ.
ഇപ്പം അധികം ഞാൻ ഫേസ് അധികം ശ്രദ്ധിക്കുന്നില്ല. ഫേസ് ബോഡിയൊന്നും അധികം ശ്രദ്ധിക്കാതെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് അങ്ങനത്തെ ഒരു ഫീൽഡായിരുന്നു. ഫീൽഡ് വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അധികം നമ്മുടെ സ്കിന്നൊന്നും അധികം കെയർ ചെയ്യാൻ പറ്റത്തില്ല. മൊത്തം വെയിലത്തൊക്കെ കിടന്നുള്ള ജോലിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ സ്കിന്ന് എൻ്റെ കയ്യിലും കാലിലൊക്കെ നല്ലപോലെ ടാനടിച്ച്, അതേപോലെ തന്നെ ഫേസിലും. അപ്പം ഇടയ്ക്കൊക്കെ മാത്രമേ ഞാൻ എന്തെങ്കിലും പാക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പം അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ ആദ്യമേ ട്രൈ ചെയ്ത് നോക്കിയ ടൈമിൽ എനിക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ചെയ്ത് വന്ന ടൈമിൽ എനിക്ക് റിസൾട്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഹസ്ബൻഡിനെ ആണെങ്കിലും എൻ്റെ സിസ്റ്ററിനെ ആണെങ്കിലും എൻ്റെ മാമയുടെ വൈഫിനാണെങ്കിലും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല റിസൾട്ട് വന്നായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേസ് ആണെങ്കിൽ നല്ലപോലെ ടാൻ അടിച്ചിട്ടുള്ള ഫേസായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലും പെട്ടെന്നൊരു റിസൾട്ട് അതിലറിയാൻ പറ്റിയായിരുന്നു. എന്നാലും പിന്നെയും വെയിലത്ത് ഇറങ്ങുന്നവർക്ക് ആ ഒരു വീണ്ടും ബാക്ക് ടു എന്താണോ ഫേസ് അതേപോലെ ആകും. അപ്പം നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്യുക. നമ്മളിത് മാത്രം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് പെട്ടെന്ന് വർക്കാവത്തില്ല. അപ്പം നമ്മൾ സൺസ്ക്രീമൊക്കെ യൂസ് ചെയ്ത് മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് സ്കിൻ കെയർ നമ്മൾ യൂസ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഓക്കെ ആവും. അപ്പം ഞാനിതിപ്പം ഞാൻ പയ്യെ രീതിക്കാണ് ഫേസിൽ ഇട്ടിട്ട് കട്ടിയാക്കുന്നത്. ഞാൻ പയ്യെ കുറച്ച് ഫസ്റ്റ് നോർമൽ യൂസ് ചെയ്ത് അത് നല്ല കട്ടിയാക്കി ഫേസിൽ അത് നല്ല കട്ടി കൊടുക്കും കേട്ടോ. നമ്മൾ ഏത് സാധനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിക്ക് ഫേസിലിടാവൂ. അപ്പോൾ കട്ടിക്ക് ഇടുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ ഫേസിൽ എപ്പോൾ ഇടുമ്പോഴത്തേക്കും കഴുത്തിൽ ഫ്രണ്ട് കഴുത്ത് മാത്രമല്ല ബാക്ക് കഴുത്ത് നമ്മൾ യൂസ് ചെയ്യണം. എന്നാലേ നമുക്ക് അത് അല്ലെങ്കിൽ മുഖത്തിനൊരു കളറ് കഴുത്തിനൊരു കളറ് ആ രീതിക്കാവും. അപ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഫേസിലും യൂസ് ചെയ്യണം, അതേപോലെ തന്നെ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും. അതാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നതേ അതാണ്. ഞാനിപ്പോൾ ചെവിയിൽ ഇട്ടിട്ടില്ല. ചിലവർ ചെവിയിലും യൂസ് ചെയ്യും. എനിക്ക് ചെവിയിൽ അധികം ടാൻ ആയിട്ടില്ലാത്തതുകൊണ്ട് ചെവിയിൽ ഞാൻ അത് കിട്ടില്ല. പക്ഷേ എനിക്ക് ഫേസിലും എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മഞ്ഞളൊക്കെ അലർജി ഉള്ളവരൊക്കെ ഇതൊന്ന് സ്കിപ്പ് ചെയ്യണം. മഞ്ഞൾ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞ ആ പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും അങ്ങനെ മഞ്ഞൾ ഫേസിൽ പിടിക്കണമെന്നില്ല. ചിലവർക്ക് മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര എരിച്ചിൽ പുകച്ചിലൊക്കെ ഉണ്ടാകും. എന്ന് വെച്ചാൽ എൻ്റെ ഇത്താക്ക് മഞ്ഞൾ പറ്റത്തില്ല. അതിന് പകരം ഞാൻ അവൾക്ക് കോഫി പൗഡർ ഒന്നുണ്ടായിരുന്നുകൊണ്ട് കോഫി പൗഡർ യൂസ് ചെയ്യും. എനിക്ക് കൂടുതലും എഫക്റ്റ് ആവുന്നത് നമ്മുടെ സാധാ പച്ച മഞ്ഞളില്ലേ, അതാണ് ഞാൻ കൂടുതലും എഫക്റ്റ് ആവുന്നത്. അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കയ്യിലൊക്കെ നല്ലപോലെ ടാനുണ്ട്, നല്ല രീതിയിൽ കയ്യിലൊക്കെ ടാനുണ്ട് കേട്ടോ. അത് ഞാൻ പുതിയൊരു വീഡിയോ ഇടുന്നുണ്ട് കയ്യിൽ യൂസ് ചെയ്യുന്നത് എന്താണെന്ന്. ഞാനൊരു പെഡിക്യൂറിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് 15 മിനിറ്റാണ് ഇതിപ്പോൾ നമ്മൾ വെക്കേണ്ടത്. 15 മിനിറ്റാണ്. 15 മിനിറ്റ് വെച്ച്, അപ്പോൾ 15 മിനിറ്റ് വെച്ചതിന് ശേഷമുള്ളതാണ് ഇത് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് ഇതിൽ കണ്ടാൽ മനസ്സിലാവത്തില്ല, പക്ഷേ എനിക്കത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും എനിക്ക് റിസൾട്ട് ഉണ്ട്. കാരണം ഞാൻ ഇട്ട് വന്നതുകൊണ്ട് എനിക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റും. ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ സ്ക്രീനിലെ വെട്ടമൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അധികം അത് മനസ്സിലാക്കാൻ പറ്റാത്തത്. പക്ഷേ നല്ല മാറ്റമുണ്ട്. കണ്ടോ, ഞാൻ നല്ല ഫുള്ള് ഫേസ് കഴുകിയിട്ട് വന്ന് എനിക്ക് നല്ല മാറ്റമുണ്ട്. നിങ്ങൾക്ക് മുന്നത്തെ അത് കണ്ടാൽ തന്നെ അറിയാം. എൻ്റെ ഫസ്റ്റിനായിട്ട് വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും റിസൾട്ട് എങ്ങനെയാണ് ഇത് മാറിയിട്ടുള്ളതെന്ന്. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളിപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇടണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.